ഗൈസ്, സമയം 5 മണി കഴിഞ്ഞു. എന്താണെന്ന് ആർക്കും അറിയത്തില്ല. ഞാൻ വഴിയെ പറയുന്നതായിരിക്കും. ഞങ്ങൾ ടൂർ പോവാണ് ഗൈസ്. വിശദമായി എല്ലാം പിന്നീട് അറിയിക്കുക. അതെ ഗൈസ്, നിങ്ങൾ കേട്ട സത്യമാണ്. ഞങ്ങൾ ടൂർ പോവുകയാണ്. ജസ്റ്റ് വൺ ഡേ ഒരു പിക്നിക് പോലെ. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കൂടെ വീട്ടിൽ നിന്ന് തയ്യാറാക്കിയിട്ട് പോകാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇനിയിപ്പം പുറത്തുനിന്ന് അധികം ചിലവ് വേണ്ടല്ലോ, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് ആ വേണ്ടല്ലോ, എല്ലാമൊക്കെ പിടിക്കില്ലല്ലോ എന്നങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ മെയിനായിട്ട് ചിലവ് കുറയ്ക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇങ്ങനെ പൊതിച്ചോറൊക്കെ ആയിട്ട് കൊണ്ടുപോകാനാണ് പ്ലാൻ ചെയ്തത്. പിന്നെ അത് വേണ്ട, ഇനി എന്തെങ്കിലുമൊക്കെ പഴകിയാലോ എന്ന് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പാത്രത്തിലൊക്കെ കൊണ്ടുപോകാമെന്ന് വെച്ചിട്ട് നമ്മൾ ചെറിയൊരു ട്രാവലർ പോലത്തെ വണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് സാമ്പാർ ചൂടാവണ്ടേ? ഞങ്ങൾ തുണി തേക്കാൻ പോവുകയാണ്. അതങ്ങനെ കരിഞ്ഞു പോരാ. ആകെ എൻ്റെ ഒരു ബാഗ്. ഞങ്ങൾ ഗ്രീൻ പീസ് കുറുമ ഉണ്ടാക്കാൻ പോവുകയാണ്. വെജിറ്റബിൾ കുറുമ. ഇപ്പം ഞങ്ങളെ ആരെയും കാണിക്കില്ല, ഞങ്ങൾ ഒരുങ്ങി വന്നിട്ട് എല്ലാവരും കാണിക്കുന്നതായിരിക്കും. അല്ലേ മമ്മി? പിന്നെ നമ്മൾ ട്രിപ്പ് പോകാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് നമ്മുടെ പള്ളിയിൽ നിന്നാണ്. നമ്മുടെ പള്ളിയിൽ എല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ ട്രിപ്പ് പോയത്. അങ്ങനെ നമ്മൾ പോകാനായിട്ട് എല്ലാവരും വണ്ടി കയറി. എന്നാലും അടിപൊളിയായിരുന്നു. അതെ, പള്ളിയിലാന്ന് പറഞ്ഞ് ആരും കാണാതിരിക്കേണ്ട ഷോ കാണുന്നു വിചാരിച്ചതുപോലെ അല്ല. നല്ല കിടിലൻ ഒരു ഡേ ആയിരുന്നു ഇന്നത്തേത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ നേരത്തെ വന്ന് ബാക്ക് സീറ്റൊക്കെ ബുക്ക് ചെയ്തിരിക്കുകയാണ്. കുറേ കുഞ്ഞാമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അന്ന് ഡേ. എനിക്ക് നല്ല എസ്തെറ്റിക് വൈബും കൊച്ചി ആയതുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു. ഈ വ്ളോഗ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്, ഫുൾ കാണണം. വെയിൽ വന്നിട്ട് നല്ല രസമുണ്ട്. അങ്ങനെ നോക്കണേ. സേബുവിന്റെ കാലൊക്കെ മുറിയുന്നു, നിങ്ങൾ അറിഞ്ഞില്ല. 4 സ്റ്റിച്ചുണ്ട്. 4 കാണേണ്ടി വരും. ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചതാണ്. അപ്പോൾ ഓടി വന്നപ്പം കാല് മുറിഞ്ഞു. ക്ലാഷ് ആയിരുന്നു. മേടിച്ചോ? ഇല്ല, വിറച്ചതേ ഉള്ളൂ. നമ്മൾ എറണാകുളം എത്തിപ്പെടായിരുന്നു ഒരാളുടെ ഒരു വരവ്. ജോയൽ അച്ഛൻ അവിടെ നിന്ന് എറണാകുളത്തു നിന്നാണ് കയറിയത്. അവിടെ വർക്ക് ചെയ്യായിരുന്നു. അപ്പം അവിടെ നിന്ന് നമ്മൾ കയറിയപ്പോഴാണ് നമ്മുടെ ഗ്യാങ് ഫുള്ളായത്. അങ്ങനെ അവിടെ എത്തിയിട്ട് നമ്മൾ അപ്പവും മറ്റേ വെജിറ്റബിൾ കുറുമയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഹിൽ പാലസിലെത്തി. അങ്ങനെ ഹിൽ പാലസിൽ കയറി പള്ളിയിലെ സ്റ്റെപ്പ് തുറന്നിൽ കയറി മനുഷ്യൻ മടുത്തു. ഹിൽ പാലസിനകത്ത് കയറി. ഞാൻ ഇന്നലെ കഴുകി വെച്ച നല്ല മനസ്സാരും കാണാൻ പോരും. പാവം ഇവന് ഒട്ടും നടക്കാൻ വേറെ, എന്നാലും അവൻ മാറി നിന്നില്ല. എല്ലാവരും എൻജോയ് ചെയ്ത നേരത്തെ കൂടെ നിന്നതേ ഉള്ളൂ. ലൈഫിൽ ആദ്യമായിട്ട് മാനിനെ കണ്ടു. ഈ സംഭവം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. പക്ഷേ അൺഎക്സ്പെക്റ്റഡായിട്ട് കണ്ടതാണ്. എനിക്ക് ഭയങ്കര അടിച്ചു. നല്ല രസമുണ്ട്. ഇതെല്ലാം അങ്ങ് ദൂരെ കുറേ ഉണ്ടായിരുന്നു മാനെ. നമ്മൾ ഊഞ്ഞാലാടാൻ വന്നപ്പോഴാണ് മാനിനെ കണ്ടത്. അങ്ങനെ നമ്മൾ ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു കിടിലൻ സ്ഥലത്തെത്തി. ഞാൻ അതിന് വെച്ച ഫോട്ടോസ് ആയിരിക്കുന്നതായിരിക്കും, പക്ഷെ മട്ടാഞ്ചേരി ആയിരുന്നു. അവിടെ എത്തിയപ്പോൾ ഫുള്ളൊരു സ്ട്രീറ്റ് ലൈക്ക്, അങ്ങനെ എന്താ പറയുക, സൈഡിൽ ഫുള്ളൊരു കടകളൊക്കെ ആയിട്ട് നല്ല സ്ട്രീറ്റ് വൈബ് ഉണ്ടായിരുന്നു. ഇതുവഴി നടക്കാൻ നല്ല രസമായിരുന്നു. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ, നേരിട്ട് ഞാനിങ്ങനെ നടന്നിട്ടേ ഇല്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അതുവഴി പിന്നെ വെച്ച് നടന്നു. അവന് കാലം വയ്യാത്തതുകൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അതുപോലെ കൊടും വെയിലും. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു സ്ഥലത്തെത്തി. അവിടെ കാണാൻ നല്ല ഭംഗിയായിരുന്നു ഈ സ്ഥിതിക്കായിട്ട്. ഇതായത് മറ്റേ ജൂതന്മാരുടെ പള്ളിയായിരുന്നു. ആ പള്ളിയുടെ ഒരു പേരുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. സിനഗോഗ്, അത് തന്നെ, സിനഗോഗ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതാണ്. ഹായ് ഗൈസ്, ഞങ്ങൾ പള്ളിയിൽ വന്നു. ഇത് എന്ത്
ഫോറിനേഴ്സിനൊക്കെ. ഇത് ഫോറിനറല്ല. സോ ഞങ്ങൾ ഗൈസ് നമ്മൾ ഫോർട്ട് കൊച്ചിയൊക്കെ കണ്ടു. ഫോർട്ട് കൊച്ചി ഞാൻ തോന്നുന്നു കണ്ടിട്ട് നമ്മൾ തിരിച്ച് വണ്ടി കയറാൻ പോവുകയാണ്. സോറി ഗൈസ്, മട്ടാഞ്ചേരിയാണ്. സോ നമ്മൾ മട്ടാഞ്ചേരിയൊക്കെ കണ്ടിട്ട് തിരിച്ച് വണ്ടി കയറാൻ പോവുകയാണ്. അതെ, ഫോർട്ട് കൊച്ചിക്ക് പോവാണ്. വെയിലായതുകൊണ്ട് എനിക്ക് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. കാണാൻ കൊള്ളാം, ഭയങ്കര കോൺഫിഡൻസ്. സോ ബാക്കിലെല്ലാവരും നടന്നു വരുന്നുണ്ട്. എബുവിന് കാര്യത്തിന് പതുക്കെ ഇട്ടാണ് വരുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ നല്ലൊരു സ്പോട്ട് കിട്ടിയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മില്ലിയിലിരുന്ന് നമുക്ക് വീട്ടിൽ നിന്ന് ഇന്നലെ ഉണ്ടാക്കിയ ഫുഡ് ഉണ്ടല്ലോ, അതൊക്കെ കഴിക്കാൻ വിചാരിച്ചു. ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. എല്ലാവരും ഇവിടെ ഉണ്ട്. ഗൈസ്, ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറ്, സാമ്പാർ, തോരൻ, മോര്, അച്ചാറ്, മീൻ വറുത്തത് കഴിക്കുകയാണ്. ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ഫുഡ്. സോ ഞങ്ങൾ വണ്ടിയുടെ സൈഡിൽ വന്നിരുന്നാണ് കഴിക്കുന്നത്. അത് കഴിഞ്ഞ് അവിടെ കൊച്ചി ബീച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഇറങ്ങാനൊന്നുമില്ല, ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ചുമ്മാ ഞങ്ങൾ നേരെ വണ്ടി പോയിൽ ഇരുന്നു. ഞങ്ങൾ ബീച്ചൊക്കെ പോയിട്ട് ബീച്ച് പോയില്ല, ബീച്ച് ജസ്റ്റ് കണ്ടിട്ട് എന്നിട്ട് നമ്മളിപ്പോൾ വണ്ടി കയറി. സോ നമ്മൾ മറൈൻ ഡ്രൈവ് പോകാൻ പോവുകയാണ്. നെക്സ്റ്റ് നമ്മൾ ബോട്ടിങ് ചെയ്യാനാണ് പോയത്. അപ്പം ബോട്ടിങ് ചെയ്യാൻ പോയപ്പോഴത്തേക്കിനും അവിടെ കുറേ നേരം വെയിറ്റ് നിന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു, ലൈഫിലെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു ബോട്ടിങ്ങിന് പോകാന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ എനിക്ക് ഒട്ടും പേടിയില്ലായിരുന്നു കേട്ടോ. ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ബോട്ട് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. പക്ഷേ ബോട്ടിലാണെന്നുള്ള ഫീലൊന്നും എനിക്കങ്ങനെ വന്നില്ല. മീൻസ് നോർമലായിട്ട് പോയി, പക്ഷെ നല്ല റെസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല വൈബായിട്ട് പോയി. ഈ ബസ്സിലൊക്കെ പോലെ തന്നെ കുറേ പേരുണ്ടായിരുന്നു, കുറേ ആളുകളൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. സാധാരണ ചിലർ കാഷ്വലായിട്ടൊന്നും എന്നും പോകുന്നവരായിരിക്കും, ചിലവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പുറത്തൊക്കെ നോക്കി വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങളെപ്പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, നല്ല വ്യൂ ആയിരുന്നു ഇവിടെ നോക്കി. ഇവിടെ നമ്മൾ നേരെ മറൈൻ ഡ്രൈവിലേക്കാണ് പോയത്. മറൈൻ ഡ്രൈവ്. Say hi. ഹായ് ഗായ്സ്, ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ നിന്ന് നമ്മൾ ബീച്ചിലേക്ക് നമ്മൾ പോവുകയാണ്. ഞാൻ ഓവറാക്കുന്നില്ല, നിങ്ങൾ വിചാരിക്കരുത്. ഇൻട്രോ എടുത്തിട്ടില്ല ഇന്നത്തെ വീഡിയോയ്ക്ക്. സോ നമ്മൾ പോവുകയാണ്. ഞാൻ ഇന്ന് ഭയങ്കര പച്ചയായിരിക്കും. സോ ബീച്ചിൽ പോകാം. ഹായ് ഗായ്സ്, സോ നമ്മൾ ബീച്ചിലെത്തി. നമ്മൾ എന്ത് ബീച്ചിലാണ് അല്ല, വൈപ്പിൻ ബീച്ചിലാണ് വന്നത്. ഏവ് ഫേസ് കാണിക്കാൻ ബുദ്ധിമുട്ടായിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ വന്നു. ഇനിയിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ കാണിക്കാം. ഒളിച്ചിരിക്കുകയാണ്. ഗൈസ്, നല്ല കാറ്റുണ്ട്, ഭയങ്കര കാറ്റാണ്. അതിൻ്റെ എന്നെ നോക്കി ശരിക്കും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് നല്ല കാറ്റുണ്ട്. പിന്നെ ഞങ്ങൾ കടലിലൊന്നും ഇറങ്ങാൻ വലിയ പ്ലാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എക്സ്ട്രാ ഞാനൊരു ഉടുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് മടിയായിരുന്നു. ഫുൾ മണലൊക്കെ ആയിട്ട് കുളിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. വിനോദ് അങ്കിൾ അവിടെ ഭയങ്കര കടലിൽ കളിയൊക്കെയാണ്, ഭയങ്കര രസമായിട്ട് എല്ലാവരും ഭയങ്കര കോമഡി ആയിരുന്നു. ഇതെനിക്ക് സൗണ്ടിൽ ഇടണമെന്നുണ്ട്, പക്ഷെ അവിടെ സൗണ്ടിൽ ഭയങ്കര അലർച്ചയും കൂവിച്ചാണ്. അതുകൊണ്ട് എനിക്കത് ഇങ്ങനെ ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഭയങ്കര രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് നല്ല ഫ്രഷായിട്ട് നമ്മൾ കോഫി കുടിക്കാനായിട്ട് പോയി എല്ലാവരും. അങ്ങനെ ഞങ്ങൾ കോഫിയൊക്കെ ഓർഡർ ചെയ്യുന്നത് കിഡിലൻ ബ്രൂ കോഫി ആയിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ കോഫിയൊക്കെ കുടിക്കാൻ ചെന്നിരുന്നു. അപ്പം ഇപ്പോൾ കുറേ എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട്. എക്സ്പ്രഷൻ കിങ് ആണ്. അങ്ങനെ അവർ കോഫിയൊക്കെ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അവർ ഇങ്ങനെ ഇരിക്കുകയാണ്, ഓരോന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. എന്നടാ
നല്ല രീതിക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം നല്ല രസമായിരുന്നു, ഭയങ്കര ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ലൊരു കിടിലൻ വൈബായിരുന്നു. എന്നിട്ട് ഞാൻ ബാക്കിൽ ഫുൾ ചില്ലായിട്ട് ബാക്കിൽ വ്യൂ എടുത്ത് എന്ത് ഭംഗിയായിരുന്നു അറിയാം. ഞാൻ ഇത്രയും നൈറ്റ് ഇത്രയും സിറ്റിയിലൊക്കെ യാത്ര ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പം എനിക്ക് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ചിപ്സൊക്കെ എടുത്തു. എന്നിട്ട് എല്ലാവരും എൻ്റെ മടിക്കൊണ്ട് ചിപ്സ് ഇട്ടേക്കുമായിരുന്നു. എന്നിട്ട് എല്ലാവരും വന്നിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഫുഡ് കഴിക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നൈറ്റ് ഫുഡ് കഴിക്കുന്നുണ്ട്, പക്ഷേ ചുമ്മാ കറുമുറ കഴിക്കാനായിട്ടാണ് ഇത് ആകെ അവിടെ വന്ന് നിൽക്കുന്നത്, ഞങ്ങൾ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആര്യസിൽ വന്നു. ആര്യസ് പ്യുവർ വെജ് റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ കഴിക്കാൻ വന്നു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. നെക്സ്റ്റ് ഫുഡ് കഴിക്കാൻ വന്നു. നെയ് റോസ്റ്റാണ് പറഞ്ഞത്. നമ്മൾ നല്ലൊരു നെയ് റോസ്റ്റ് പറഞ്ഞു. പിന്നെ പൊറോട്ട മസാല ദോശയ്ക്ക് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ നെയ് റോസ്റ്റാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഫുഡ് നോക്കിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കിനും ഏബുവിൻ്റെ ആൻറ്റിയുടെയും നെയ് റോസ്റ്റ് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഗൈസ്, നെയ് റോസ്റ്റാണ് ഞങ്ങൾ പറഞ്ഞത്. അതിന് 2 ചമ്മന്തി ഉണ്ട്. ഞങ്ങൾ 4 പേരും നെയ് റോസ്റ്റ് പറഞ്ഞു. സോ കഴിച്ചിട്ട് വരാം.